ഇതിനിടെ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ വരവ് ചിലവ് കണക്കുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ഇന്ന് ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ സമർപ്പിക്കും എന്ന വിവരം കൂടി പുറത്തുവരുന്നുണ്ട്. റിപ്പോർട്ട് നൽകാൻ കോടതി അനുവദിച്ച ഒരാഴ്ചത്തെ സമയപരിധി ഇന്ന് അവസാനിക്കുകയാണ് എന്ന പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ഏതായാലും വളരെ പെട്ടെന്ന് ഈ റിപ്പോർട്ട് സമർപ്പിക്കേണ്ട ഒരു ബാധ്യത ദേവസ്വം ബോർഡിനുണ്ട്. ഇനി കോടതിയോട് കാര്യങ്ങൾ പറഞ്ഞു നിൽക്കാനാവില്ല എന്നത് പ്രധാനപ്പെട്ട ഒന്നാണ്. ബില്ലുകളും ഓഡിറ്റ് അടിസ്ഥാനമാക്കിയ എല്ലാ ബില്ലുകളും വൗച്ചറുകളും കരാറുകളും ദേവസ്വം ബോർഡ് കോടതിയിൽ ഹാജരാക്കും. ഭക്തരുടെ സംഭാവനകൾ സ്വീകരിക്കാൻ തുടങ്ങിയ ധനലക്ഷ്മി ബാങ്കിലെ സമ്പൂർണ്ണ സ്റ്റേറ്റ്മെൻറ്റും ദേവസ്വം ബോർഡ് കോടതിക്ക് നൽകേണ്ടതുണ്ട്. സ്വതന്ത്ര ഓഡിറ്റർ സംശയങ്ങൾ ഉന്നയിച്ചുവോ എന്നതിലും എന്ത് മറുപടി നൽകി എന്നതിലും ദേവസ്വം ബോർഡ് വിശദീകരണം നൽകേണ്ടതുണ്ട്. വിജയൻ അസോസിയേറ്റ്സ് ഓഡിറ്റർമാർ ഹാജരായി വിശദീകരണം നൽകുന്ന പശ്ചാത്തലം കൂടി ഒരുങ്ങും. ഏതായാലും നിർണായകമാണ് ദേവസ്വം ബോർഡിന്. ഡാനി പോൾ, നമുക്കറിയാം പലതവണ ഈ കണക്കുകളുടെ പിശക്, ദേവസ്വം ബോർഡ് നൽകുന്ന കണക്കൊന്ന്, സർക്കാരിൻ്റെ കണക്കൊന്ന്, മന്ത്രി പറയുന്ന കണക്കൊന്ന്, അങ്ങനെ ആകപ്പാടെ ആശയക്കുഴപ്പവും പ്രശ്നങ്ങളുമൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതൊക്കെ പരിഹരിച്ച് ഒരു ഏകീകൃതമായ കണക്കിലേക്ക് എത്താൻ സാധിച്ചിട്ടുണ്ടോ? രഞ്ജിത്ത, ഇന്ന് ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ വസ്തുതകൾ, വിവരങ്ങൾ ഇന്ന് കോടതിക്ക് മുൻപാകെ കൂടി എത്തുകയാണ്. അതിൽ നേരത്തെ പല സംശയങ്ങൾ കോടതി ഉന്നയിച്ചിരുന്നു. അതിൽ ഇത്തവണയെങ്കിലും അതെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകാൻ ഒരു വ്യക്തത ഈ കണക്കുകളിൽ വരുത്താനായിട്ട് കഴിയുമോ, ബോർഡിന് കഴിയുമോ എന്നതെല്ലാം തന്നെ ഇന്ന് അറിയാനായിട്ട് സാധിക്കും. ഇതിൽ എല്ലാ രീതിയിലുള്ള ബില്ലുകൾ, അതോടൊപ്പം തന്നെ വൗച്ചറുകൾ, കരാറുകൾ, ഇതിൻ്റെ എല്ലാം വിശദാംശങ്ങൾ പൂർണ്ണമായും തന്നെ സമർപ്പിക്കണം എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ബോർഡിന് ഇതെല്ലാം തന്നെ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. കാരണം ഈ കണക്കുകൾ ചോദിക്കുന്നത് അത് കോടതിയുടെ ഒരു കൃത്യമായ ഒരു ഇടപെടൽ തന്നെയാണ്. ഇതിൽ നെറ്റിച്ചൊളിക്കപ്പെടേണ്ടതില്ല. ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി കോടതി പരിശോധിക്കുമെന്ന് തന്നെ കോടതി വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വസ്തുതകൾ വരേണ്ടതുണ്ട്. ഈ സ്വതന്ത്ര ഓഡിറ്റർമാർ, വിജയൻ അസോസിയേറ്റ്സ്, അവരെ ഇത്തരം കാര്യങ്ങൾ പരിശോധിച്ച് അവരേതെങ്കിലും രീതിയിലുള്ള ചോദ്യങ്ങൾ ഉയർത്തിയിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങൾ കഴിഞ്ഞ തവണ കോടതി ചോദിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതി ചോദിച്ചിരുന്നു. കാരണം ഇതിൽ ഏതെങ്കിലും രീതിയിലുള്ള കണക്കുകൾ സംബന്ധമായ കാര്യങ്ങൾ, ഏതെങ്കിലും സംശയങ്ങൾ, ഇത്തരം കാര്യങ്ങളിൽ സ്വതന്ത്ര ഓഡിറ്റർമാരുടെ ഇടപെടൽ എങ്ങനെയായിരുന്നു, അവരേതെങ്കിലും രീതിയിൽ സംശയങ്ങൾ, അതിൻ്റെ ഒരു വസ്തുതകളോ വിശദീകരണങ്ങളോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതെന്തായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് കോടതി ചോദിച്ചിട്ടുള്ളത്. മാത്രവുമല്ല, നേരത്തെ പരിശോധിക്കപ്പെടുമ്പോൾ കോടതി പറഞ്ഞൊരു കാര്യമുണ്ട്, ബോർഡിന് ഇക്കാര്യങ്ങളിൽ ഒരു സൂക്ഷ്മതയുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി പരിശോധിക്കപ്പെടേണ്ടതുണ്ട് എന്ന് പറഞ്ഞിരുന്നു. ഒപ്പം ഈ ഭക്തർക്ക് സംഭാവനകൾ നൽകാനുള്ള ഒരു അക്കൗണ്ട് ധനലക്ഷ്മി ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരംഭിച്ചിരുന്നു. ഇതിൻ്റെ വിശദാംശങ്ങൾ, അതിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് സമർപ്പിക്കണം. ഏതെല്ലാം രീതിയിലുള്ള ഒരു സംഭാവനകൾ ഇതിലേക്ക് വന്നിട്ടുണ്ട്, അത് എന്തെല്ലാമാണ്, എത്രയാണ് തുക, ഈ കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വ്യക്തമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കോടതിക്ക് ലഭിക്കണം എന്നത് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ആഗോള അയ്യപ്പ സംഗമം സംബന്ധിയായ കാര്യങ്ങളിൽ പൂർണ്ണമായ വിവരങ്ങൾ അത് വസ്തുതാപരമായിട്ട് തന്നെ കോടതി പരിശോധിക്കുകയാണ്. ഇന്ന് കോടതിക്ക് മുൻപാകെ ഇത്തരം കാര്യങ്ങൾ എല്ലാം തന്നെ പരിശോധനയിലേക്ക് വരും. അത് കോടതി ഇന്ന് പരിശോധിക്കുകയും ചെയ്യും. ഇതിൽ എന്താണ് കോടതി പറയുക എന്നതാണ് നമ്മൾ ഇനി കാണേണ്ടത്. ഈ കണക്കുകളും കാര്യങ്ങളും പരിശോധിക്കുമ്പോൾ ഓഡിറ്റിംഗ് സംബന്ധമായ കാര്യങ്ങളിൽ സ്വതന്ത്ര ഓഡിറ്റർമാർ അവരേതെങ്കിലും ചോദ്യങ്ങൾ ഉയർത്തിയിട്ടുണ്ടെങ്കിൽ അതുകൂടി കോടതിക്ക് മുൻപിലേക്ക് എത്തേണ്ടതുണ്ട് എന്ന് കോടതി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളിൽ ഗുരുതരമായ പരാമർശങ്ങളുണ്ടെങ്കിൽ അത് തീർച്ചയായും സർക്കാരിനടക്കം വളരെ പ്രതികൂലമായി തന്നെ ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. കോടതി ഇന്ന് ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.